പെർഫോമൻസ് വൈസ് ഒക്കെ നോക്കുമ്പോൾ ഒരു ത്രില്ലറാണ് അല്ലേ, ഒരു ക്രൈം ത്രില്ലർ മൂവി. ബ്രോ എങ്ങനെയുണ്ട് പ്രേക്ഷകരോട്? നല്ല രസമുണ്ട്. പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ബാക്കി വരുന്നവരോട് ചോദിക്കും, നമുക്ക് സമയമുണ്ട് ഇവിടെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരുപാട് വർഷത്തെ സ്വപ്നമാണ്. ആ സ്വപ്നം ഇന്ന് ഇവിടെ പൂവണി ചെയ്യുക. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഈ വരുന്നവരെല്ലാം വരട്ടെ, അവരോടെല്ലാം ചോദിക്കും. ഞാൻ മ്യൂസിക് ഡയറക്ടറാണ്. ഇതിൻ്റെ നന്നായിട്ട് നല്ല അഭിപ്രായം വരുന്നുണ്ട്. എല്ലാം നന്നായിട്ട് വരട്ടെ. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചിട്ട് ആൾക്കാരല്ലേ, അവൻ ആദ്യമായിട്ടാണ് ത്രൂ ഔട്ട് മൂവി അവൻ ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നൈസായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അവനെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. മാറാനും എല്ലാവരും അതെ അതെ മൂവിയാണ്. ഒരു ത്രില്ലറാണ് അല്ലേ, ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ബ്രോ സിനിമ ഇഷ്ടപ്പെട്ടോ? നല്ല പടം, എല്ലാവരും കാണണം. അവൻ്റെ അഭിഷേക് ഗംഭീരമായിട്ടുണ്ട്. അവൻ്റെ സ്ക്രീൻ പ്രസൻസ് അടിപൊളി. ഫസ്റ്റ് മൂവി ആണെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യില്ല. അതൊന്നായിട്ട് എങ്ങനെയുണ്ട് സിനിമ? നല്ല പടം. എല്ലാവരുടെയും ഫസ്റ്റ് മൂവി ആയിരുന്നു. ആ ഒരു എന്താ നല്ല ഇതുണ്ട്. അഭിഷേക് നല്ല പിന്നെ അതുപോലെ സ്ക്രീൻ സ്പേസ് നന്നായിട്ട് ഹൈഡ് ചെയ്ത് കിട്ടും. ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു വലിയ ഇതിനകത്ത് വിളിച്ചിരിക്കും. എന്താണ് ഇനിമേ ബാക്കിയെല്ലാം പ്രേക്ഷകരും നിങ്ങളെ പോലെയുള്ള നല്ലവരായ മീഡിയ സുഹൃത്തുക്കളും സപ്പോർട്ട് ചെയ്യുക. ഇതിൽ കൂടുതൽ നന്നായി. താങ്ക് യു സോ മച്ച്. അടിപൊളിയാവട്ടെ. അടിപൊളി പടം, നല്ല പടം. അതായത് ഒരു കൂട്ടം ഒട്ടരെ ഒരു അധ്വാനത്തിന്റെ ഫലമുണ്ട്. സൂപ്പറായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഈ ഫിലിമിന്റെ കോ പ്രൊഡ്യൂസറാണ്. എല്ലാവരും ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. രാജീവ് തോമസ് ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. പടം പൊളിയാൻ സൂപ്പറായിട്ടുണ്ട്. നല്ലായിട്ടുണ്ട്. അടിപൊളി മൂവി കേട്ടോ. ലൈക്ക് സൈക്കോ ത്രില്ലർ എന്ന് പറയുമ്പോൾ ത്രില്ലർ മൂവി തന്നെയാണ്. ലൈക്ക് എല്ലാവരും വന്ന് കാണും. മാസ് മൂവിയാണ്. താങ്ക്സ്. താങ്ക് യു. നല്ല മൂവിയാണ്. എല്ലാവരും നന്നായി അഭിനയിച്ചു. പടം തീർച്ചയായും വന്ന് കാണുക. പടത്തിൽ അഭിനയിച്ച എല്ലാവർക്കും അതിൻ്റെ പിറകിലുള്ള എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. പെർഫോമൻസ് വൈസ് ഒക്കെ നോക്കുമ്പോൾ എല്ലാവരും പടം കാണും. നല്ല ഫീൽ. ഞാൻ ആദ്യമായിട്ടാണോ കാണുന്നത്, റിവ്യൂ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായി സിനിമയെ ഒരുപാട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ചെയ്ത ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സിനിമയാണ്. അപ്പം ഒരുപാട് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് കുറേ കുറ്റം കുറവും എല്ലാം കാണും. പക്ഷെ ആസ് എൻ എൻ്റർടൈൻമെൻറ്റ് ഒരു മൂവി നമ്മളെ കുറേ സിനിമാ പ്രേമികൾ കൂടി ചെയ്തൊരു സിനിമയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കത്തുള്ളൂ. ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു റോളാണ് ഞാൻ ചെയ്തേക്കുന്നത്. വി ഹാവ് ടു ബ്യൂട്ടിഫുൾ ഹീറോയിൻസ് ആൻഡ് ഐലാൻഡിനാണെങ്കിലും അഭിഷേകാണെങ്കിലും അതുൽ നവാസൊക്കെ ആണെങ്കിലും എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ്. പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. സോ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. സിനിമ കണ്ടവരെല്ലാവരും സെറീനയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? സന്തോഷം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു അതൊരു ഡെസ്റ്റിനി തന്നെയാണ്. കറങ്ങിത്തിരിഞ്ഞ് ഞാൻ മിസ് ചെയ്ത ഒരു മെസ്സേജ് റിക്വസ്റ്റ് ചെയ്യുന്ന പിന്നെയും എനിക്ക് ആ ഒരു കോള് വരുന്നു. 2 പേര് ഓൾറെഡി കാസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തെടുത്തുനിന്ന് അത് മാറിപ്പോയി റീഷൂട്ട് ചെയ്തെടുത്തുനിന്ന് പിന്നെയും ചെയ്യുന്നു. അപ്പം ഇറ്റ്സ് വെരി, എനിക്ക് തോന്നുന്നു അതൊരു ഫേറ്റ്, നമ്മൾക്ക് ഒരു ഡെസ്റ്റിനി എന്ന് പറയില്ലേ, അപ്പം അങ്ങനെ വന്നതാണ്.